എസ്കേപ്പ് ഫ്രം ഉഗാണ്ട കംപ്ലീറ്റ്ലി എ നോ ഓഫ് മീ. അതൊരു ഭയങ്കര ചലഞ്ചാണ്, അതെനിക്കൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ആ എസ്കേപ്പ് ഫ്രം ഉഗാണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് 41 സീനുണ്ട് എനിക്കിത്. ആ 41 സീനുള്ള ഒരു സിനിമ ജീവിതം എനിക്ക് ആദ്യമായിട്ടുണ്ട്. അതായത് 35 ദിവസം അവിടെ ഷൂട്ട് ചെയ്തപ്പോൾ ഈ 35 ദിവസം എനിക്ക് ഷൂട്ടുണ്ട്. ഭയങ്കര നമ്മളെ ഒരു ടയറിങ് ആയിരുന്നു അത്. കൂടാതെ അതിൽ കൂടുതലും നമുക്ക് ഓടുക, ചാടുക, ഫ്ലൈറ്റ് ചാടി കയറുക. നമ്മളൊരു 10-15 വർഷം ഒരു 18 ഡിഗ്രി ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്തുള്ള ക്യാബിനിൽ ഇരുന്ന് വർക്ക് ചെയ്ത ഒരാളാണ് ഞാൻ മീഡിയ ജോബിൽ. എന്നെ കൊണ്ടുപോയി ഈ പൊടിയും അഴുക്കുമുള്ള റോഡിൽ കൂടെ ഓടിച്ച് ഒരു 5 ഫീറ്റ് ഇതുള്ള ചാടിക്കുക, ഫ്ലൈറ്റിൽ ചാടി കയറുക, ഗേറ്റ് ചാടിക്കുക, അതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ആക്ടറിന് പോലും ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എൻ്റേതെന്ന് പറഞ്ഞാൽ ഞാൻ റിസൈൻ ചെയ്ത് ഒരു 10 ഡേയ്സിനുള്ളിൽ ഉഗാണ്ട എത്തിയ ആളാണ്. എന്നെ കൊണ്ട് ഞാൻ പറഞ്ഞു, രാജേഷ് നിങ്ങൾ എന്താണ് ഈ കാണിക്കണത് എന്ന്. പക്ഷേ നമുക്ക് പിന്നെ വർക്കൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ളതായിരുന്നു. അതുകൊണ്ട് ഐ വാസ് വെരി ഹാപ്പി വിത്ത് ദാറ്റ്. പക്ഷേ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഏറ്റവും വലിയ ഷോക്ക് എന്ന് പറഞ്ഞാൽ ഉഗാണ്ട പോലെ ഒരു രാജ്യം, ഞാൻ വിചാരിച്ചിരുന്നൊരു ഉഗാണ്ടയേ അല്ലത്. നമ്മൾ ആഫ്രിക്ക പോലും ഇതുവരെ പോയിട്ടില്ല. അപ്പം അങ്ങനെയുള്ളൊരു കൺട്രി നമ്മളുടെ ഇമാജിനേഷനിൽ മാത്രം ഒരു കൺട്രിയാണ്. അപ്പം ആ കൺട്രി അവിടെ ചെന്നൊരു കൾച്ചർ ഷോക്കായിരുന്നു എനിക്ക്. അവിടുത്തെ ആൾക്കാർ, നമ്മുടെ പെർസെപ്ഷനെയൊക്കെ ഒരു മാറ്റി മറിച്ചുകൊണ്ടുള്ള ഒരു ഡിഫറെൻറ്റ് കൺട്രിയാണ് എൻ്റെ മുമ്പിൽ വന്നത്. വളരെ ക്ലീൻ ആയിട്ടുള്ള, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, ഫ്രഷ് എയർ, നല്ല ഓക്സിജൻ, നല്ല ഫ്രഷ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. പെസ്റ്റിസൈഡ്സ് എന്ന് പറയുന്നത് അവിടെ ബാൻഡാണ്. ദർ ഇസ് നോ പെസ്റ്റിസൈഡ്സ്. അവിടെ നിന്ന് പറഞ്ഞാൽ നമ്മളൊരു മാങ്ങ കഴിച്ചിട്ട് അത് ബാക്കി അവിടെ കളഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം അവിടെ കിളിച്ചിരിക്കും. അത്ര നല്ല മണ്ണാണ് അവിടുത്തെ. ഇത്രയും നല്ല പൈനാപ്പിൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ല. ആപ്പിള് ഇറ്റ്സ് ഓൾ ഫ്രഷാണ്. അപ്പം അങ്ങനെ ഒരു കൺട്രി അഡിക്റ്റായിപ്പോയി ഞാനിപ്പോൾ രാജേഷ് എന്നെ വിളിച്ച് പറഞ്ഞു, പടമൊക്കെ ഹിറ്റായി ഒന്ന് ഉഗാണ്ടയിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും വരുന്നത്. ഞാൻ അല്ലാതൊരു ഉഗാണ്ട കണ്ടിട്ടില്ല. ബിക്കോസ് നമ്മൾ രാവിലെ എനിക്ക് ഓടുക, എൻജോയ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്കൊരു സത്യത്തിൽ റിമയല്ല ജയിലിൽ കിടന്നിരുന്നത്, ഞാനാണ് ജയിലിൽ കിടന്നത്. ബിക്കോസ് എന്നെ 8 മണിക്കൊണ്ട് റൂമിൽ പൂട്ടിയിടുകയാണ്. തടി കൂടാൻ പാടില്ല. അതുകൊണ്ട് വെജിറ്റബിൾസും ഒരു ഗ്രിൽ ചിക്കൻ്റെ പീസുമാണ്, ചപ്പാത്തി ഇല്ല, ചോറില്ല, ഒന്നുമില്ല. അപ്പോൾ സിനിമയിൽ ജയിലിൽ കിടന്നത് റിമയാണെങ്കിലും ആക്ച്വലി ജയിലിൽ കിടന്നത് ഞാനാണ്. എനിക്ക് രാത്രിയായാൽ രാവിലെ 5 മണിക്ക് എനിക്ക് പോകണം. അപ്പം ബിക്കോസ് റിമയ്ക്ക് മേക്കപ്പ് ചെയ്ത് ഡ്രസ്സ് ചെയ്ത് വരാനായിട്ട് സമയം വേണം. അതുകൊണ്ട് ആദ്യം എൻ്റെ ഷോട്ട് തുടങ്ങും. അപ്പം ഞാൻ രാവിലെ 6 മണിക്ക് എണീറ്റ് പോകണം. അപ്പോൾ എനിക്ക് നേരത്തെ കിടക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സ്ട്രിക്റ്റ് റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ടായിരുന്ന ഒരു പിന്നെ വളരെ ചെറിയൊരു ക്രൂ ആയിരുന്നു. വളരെ ഒരു ഹാപ്പി ഫാമിലി മൂഡായിരുന്നു. ഒരു 23 പേരുള്ള ഒരു ചെറിയ ക്രൂ, 4 ലൈറ്റ് കൊണ്ടാണ് ഞങ്ങൾ പോയത്. ഫുൾ ഡേ ലൈറ്റിലുള്ള ഷൂട്ട്സ് ആയിരുന്നു. അപ്പം ഇറ്റ് വാസ് എ ഫൺ എക്സ്പീരിയൻസ്, ടോട്ടലി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. നല്ലതായിരുന്നു. ബൈസൈക്കിൾ തീവ്സ് എന്ന് പറയുന്ന സിനിമ, ആ സിനിമ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ജിസ്മോൻ ഡയറക്ടറോട് ചോദിച്ചെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ സിനിമയിൽ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വേഷം എന്നെപ്പോലെ ഒരു ന്യൂ കമറിൻ്റെ തന്നിട്ട് നിങ്ങൾ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയാണോ എന്ന് ഞാൻ ചോദിച്ചു. ബിക്കോസ് അത്ര പെർഫോം ചെയ്യാനുള്ള ഒരു റോളാണ്. അപ്പോൾ എനിക്ക് യാതൊരു കോൺഫിഡൻസും ഇല്ല. എൻ്റെ ഈശ്വര ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ എനിക്കറിയണോ ജിസ്മോൻ എവിടെ നിന്നാണ് ആ കോൺഫിഡൻസ് കിട്ടും. ജിസ്മോൻ എന്നെ പല ഇടത്തും വെച്ച് കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് ഒന്നും അല്ലായിരുന്നു. അപ്പം ജിസ്മോൻ പറയുന്ന ചേട്ടൻ്റെ ബോഡി ലാംഗ്വേജ് ഞാൻ ഒരുപാട് നാളായിട്ട് മോണിറ്റർ ചെയ്യുകയാണ്, ചേട്ടനത് ചെയ്യാൻ പറ്റും. ആ ക്ലൈമാക്സ് എന്ന് പറയുന്നത് 20 മിനിറ്റാണ്. ആ 20 മിനിറ്റ് എൻ്റെ പെർഫോമൻസ് ഇല്ലെങ്കിൽ ആ സിനിമ കണ്ടുകൊണ്ടിറങ്ങുന്ന ഒരാൾ പോലും കൂവാതെ ഇറങ്ങാൻ പറ്റത്തില്ല. അത്ര ചെയ്യേണ്ട ഒരു റോളാണ്. അതിന് എൻ്റെ ക്യാരക്ടറിന് ഡിപ്പെൻഡഡ് ആണ് ആ സിനിമ ആ സമയത്ത്. അപ്പം അത് വളരെ സീരിയസ്. ഞാൻ ഈ സിനിമ തുടങ്ങുമ്പോൾ സ്ക്രിപ്റ്റ് ഞാൻ 2 വട്ടം വായിച്ചു. ഈ സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് എൻ്റെ ടെൻഷൻ എന്ന് പറയുന്നത് ഞാൻ ആ മൊമെൻറ്റ് ഞാൻ എങ്ങനെ ചെയ്യും. പക്ഷേ എൻ്റെ ഒരു ഫസ്റ്റ് ടേക്ക് ഓക്കെ ആയിരുന്നു. അപ്പം ജിസ്മോൻ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ എനിക്ക് വേണ്ടതിൻ്റെ അപ്പുറം കിട്ടിയിട്ടുണ്ട്, ഈ റോള് അത്ര നന്നായിരിക്കും എന്ന് പറഞ്ഞു. എനിക്കപ്പോഴും വിശ്വാസം. പക്ഷേ ഇന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടുന്ന ഒരു വൺ ഓഫ് ദ മൂവി എന്ന് പറയുന്നത് ബൈസൈക്കിൾ തീവ്സ് ആണ്. ബിക്കോസ് കണ്ടവരെല്ലാം എന്നെ വിളിച്ച് പറയുന്നുണ്ട്, ഐ എം വെരി 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 എക്സ്ട്രീംലി സാറ്റിസ്ഫൈഡ് വിത്ത് ദ കോൾസ് ഐ എം ഗെറ്റിംഗ്. അപ്പോൾ അതിനുശേഷം ലൈഫ് ഒന്ന് മാറി എന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഒരുപാട് ക്യാരക്ടേഴ്സ് എനിക്ക് വരുന്നുണ്ട്, നല്ല ക്യാരക്ടേഴ്സ് ആസ് എൻ ആക്ടർ. ഇപ്പോൾ എന്നെ വിളിക്കുന്ന ആൾക്കാരോട് ചേട്ടാ ഒരു കഥ പറയാനുണ്ട് എന്ന് പറയുമ്പം ഞാൻ പറയുന്നത്, ഇല്ല ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ ഇപ്പോൾ തന്നെ പെരിച്ചാഴിയുണ്ട്, അതുകൊണ്ട് അയ്യോ പ്രൊഡ്യൂസ് ചെയ്യാനല്ല ആക്ട് ചെയ്യാനാണ് ഒരു സന്തോഷം. നമ്മളങ്ങനെ ഒരു ഡെസ്പറേറ്റ് ആക്ടറല്ല, അങ്ങനെ ഇപ്പോൾ ഒരുപാട് ഇത് വരുന്നുണ്ട്. എൻ്റെ ഉള്ളിലുള്ള കോൺഫിഡൻസ് ആണ് എൻ്റെ അഭിനയം. ഞാനൊരു ബോൺ ആക്ടറൊന്നും ആണെന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ ആയിരിക്കാം, എനിക്കറിയത്തില്ല.
ഞാൻ അവിടെ ചെന്നിട്ട് ബിഹേവ് ചെയ്യാനാണ് നോക്കുന്നത്. ഏത് നിലയിലെത്തും എന്നുള്ളതൊക്കെ ഞാൻ ഡെസ്റ്റിനിക്ക് വിടുകയാണ്. ഇപ്പം ഞാൻ ഇതിൽ നിന്ന് ബൈസൈക്കിൾ തീവ്സിൽ നിന്നും മങ്കിപ്പെന്നിൽ നിന്നും ഉഗാണ്ടിൽ നിന്നും പഠിച്ചൊരു പാഠമുണ്ട്. ഞാൻ ഒരിക്കലും ഒരു ഇമേജ് നോക്കി ഇനി അഭിനയിക്കില്ല. എനിക്ക് പെർഫോം ചെയ്യാനായിട്ടുള്ള ഏത് റോളാണെങ്കിലും, അതിപ്പം നെഗറ്റീവ് ഷെയ്ഡുള്ളതാണെങ്കിലും ഒരു ഗുണ്ടയാണെങ്കിലും ഒരു 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 പെർഫോം ചെയ്യാനുള്ള അത് 2 സീനാണെങ്കിൽ കൂടെ. ഇപ്പം ഞാൻ ഈ മങ്കിപ്പൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ സാൻഡ്രയോട് ചോദിച്ചത്, എൻ്റെ ഡയറക്ടറോട് പറഞ്ഞാൽ അതിനകത്ത് നായികയുടെ അച്ഛൻ 2 സീൻ മാത്രമേ ഉള്ളൂ, പക്ഷെ ഭയങ്കര ഇമോഷണൽ സീനാണ്. ആ സീൻ എനിക്ക് അഭിനയിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ പറഞ്ഞു എനിക്ക് പപ്പൻ മാഷ് ചെയ്യണ്ട, എനിക്ക് ആ സീൻ എനിക്ക് തരും. ബിക്കോസ് ആ സിനിമയിൽ ആ കുട്ടിയുടെ അച്ഛൻ സിഗരറ്റ് വലിക്കുന്ന ശീലമുള്ള ആൾ ആ കാറിൽ വെച്ച് അത് കുട്ടി നനച്ച് കളയുമ്പോൾ തമാശയ്ക്ക് ആ കുട്ടിയുടെ വളരെ സ്നേഹത്തോടെ ആ കുട്ടി അത് ചെയ്തതിൽ ഒരു ദേഷ്യമില്ല, വളരെ സ്നേഹത്തോടെ അത് മക്കളെ ഇവളെ സൂക്ഷിച്ചോട്ടെ ഇവളൊരു ഇതാണെന്ന് പറയുന്നൊരു സീനുണ്ട്. അതിന് ശേഷം ക്ലൈമാക്സിൽ ആ സിഗരറ്റ് അയാൾ നനച്ച് കളയുന്ന ഒരു സീനുണ്ട്. ഭയങ്കര ഇമോഷണലാണ്. എൻ്റെ മകനെയാണ് ആ സീനിൽ കണ്ടത്. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു ഈ റോളാണ് എനിക്ക് ഇഷ്ടം, 2 സീനേ ഉള്ളൂ, എനിക്കത് ചെയ്താൽ മതി. ഞാൻ ലാസ്റ്റ് മിനിറ്റ് വരെ വാശി പിടിച്ചു. ഇവർ പറഞ്ഞു അല്ല പപ്പൻ മാഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് എന്നെ നിർബന്ധിച്ചു. ഞാൻ ലാസ്റ്റ് മിനിറ്റ് ഞാൻ പറഞ്ഞു എനിക്ക് 6 രൂപ 2 സീൻ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് വേറെ ഒരാളെ കൊണ്ട് ചെയ്യിക്കുകയും ഈ റോൾ ഇത് നന്നാക്കി. അപ്പം നമ്മളുടെ കോൺഫിഡൻസ് ആണ്. ബിക്കോസ് അവിടെ ഉള്ളവരെല്ലാം എനിക്കറിയാവുന്നവരാണ്. ഒരു നടൻ എന്നുള്ളത് ഞാൻ ഹണീബിയിൽ കുറച്ച് ചെറിയൊരു വേഷമാണ് ചെയ്തെങ്കിൽ എനിക്ക് ഒരുപാട്, പക്ഷേ അതിൽ ചെറിയ ചമ്മൽസ് ഉണ്ടായിരുന്നു എന്നുള്ളത് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞു. ഞാനത് അക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ തന്നെ കണ്ടപ്പം, ബിക്കോസ് അത് വീക്കെൻഡ് ആക്ടിങ് ആയിരുന്നു. ഓഫീസിൽ നമ്മുടെ തലയിൽ മൊത്തം ഓഫീസ് കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അഭിനയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. താങ്കൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ പപ്പൻ എന്ന് പറയുന്നത് ഞാൻ ഫ്രീ ആയിട്ട് അഭിനയിച്ച ആദ്യത്തെ റോളാണ്. ബിക്കോസ് എൻ്റെ മനസ്സിൽ ഓഫീസ് ടെൻഷൻ ഇല്ല, ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലിയുടെ ടെൻഷൻ എനിക്കില്ല. കൂടാതെ കുറച്ച് പ്രൊഡക്ഷൻ ടെൻഷൻ ഉണ്ടായിരുന്നു ബിക്കോസ് പ്രൊഡ്യൂസർ, പക്ഷേ ആ ലോഡ് സാൻഡ്ര എന്ന് എടുത്തിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു ഫുൾ ക്യാരക്ടറായിട്ട് അഭിനയിച്ച ആദ്യത്തെ ചിത്രമാണ്. അപ്പോഴേ എനിക്ക് അഭിനയിക്കാൻ പറ്റുമെന്ന് തോന്നിയ ഒരു ഇതാണ്. അതെ, എനിക്ക് ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ വന്നത് പപ്പൻ മാഷാണ്. അതിനൊരു കാരണം കൂടെ ഉണ്ട്. ആ ചിത്രം നല്ലൊരു ചിത്രമായിരുന്നതുകൊണ്ടാണ്. ആ സിനിമ നല്ലൊരു സിനിമയാണ്. പ്രൈമറിലി ദാറ്റ് വാസ് എ ഗുഡ് മൂവി. ആ സിനിമ ഹിറ്റായി, അതിൻ്റെ കൂടെ തന്നെ ആ ക്യാരക്ടർ ഹിറ്റായി. അതാണ് അങ്ങനെ അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഒരു നല്ല അപ്രീസിയേഷൻ വരുന്നതും ഒരു ആക്ടർ എന്ന് നമ്മൾ വിലയിരുത്തും. നമ്മൾ ചിലപ്പം വളരെ നന്നായി ഗംഭീരമായിട്ട് അഭിനയിച്ച ഒരു സിനിമ ചിലപ്പോൾ ഒരു ദിവസം ഓടിയെന്ന് വരാം. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒരു അപ്രീസിയേഷൻ വരാതിരിക്കുകയും ചെയ്യാം. അങ്ങനെ ഉണ്ടാവാറുണ്ട്.